Hi all, welcome back to Career Win Updates. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2024-25 അധ്യയന വർഷത്തേക്കുള്ള ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊമേഴ്സ് ബി.എഡ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും ഓൺലൈൻ അപേക്ഷ നേരത്തെ ക്ഷണിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ വേണ്ടി നേരത്തെ നിങ്ങൾ അപേക്ഷ നൽകിയ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒന്നാമതായിട്ട് ബി.എഡ് 2024 ട്രയൽ അലോട്ട്മെൻറ്റ് ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾ ജസ്റ്റ് നിങ്ങളുടെ ഒഫീഷ്യൽ പേജിലോട്ട് വന്ന് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇവിടെ ബി.എഡ് 2024 ട്രയൽ അലോട്ട്മെൻറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത പേജിൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് നിങ്ങളുടെ ക്യാപ് ഐഡിയും അതേപോലെ തന്നെ സെക്യൂരിറ്റി കീയും അതേപോലെ തന്നെ ഈ ഒരു ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക, നിലവിൽ ട്രയൽ അലോട്ട്മെൻറ്റ് എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. അതായത് വിദ്യാർത്ഥികൾ ഏകദേശം ഒരു അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു അലോട്ട്മെൻറ്റ് മാത്രമാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തീർച്ചയായിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നത് കൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വരുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ ലഭിച്ച കോളേജിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നില്ല. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചു എന്നും വരും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് ബി.എഡിന് 1/7/2024 വൈകിട്ട് 3 മണി വരെയും അതേപോലെ തന്നെ ബി.എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷന് 30/6/2024 വരെയും വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എഡിറ്റിംഗ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളൊഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനായിട്ട് വിദ്യാർത്ഥികൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ എഡിറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് വിദ്യാർത്ഥികൾ ജസ്റ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്തതിന് ശേഷം എഡിറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് പേജിലോട്ട് പോയതിന് ശേഷം പിന്നീട് നിങ്ങൾ ജസ്റ്റ് പ്രൊഫൈൽ ലോഗ് ഔട്ട് ചെയ്തിട്ട് പ്രൊഫൈൽ ലോഗ് ഔട്ട് ചെയ്യുന്നൊരു സാഹചര്യം വരാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എഡിറ്റ് രജിസ്ട്രേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ സ്റ്റെപ്പ് നിങ്ങൾ ക്ലിയർ ചെയ്ത് ഫൈനലി നിങ്ങൾ ഒന്നുകൂടി ഫൈനൽ സബ്മിഷൻ ബട്ടൺ പ്രസ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എടുത്ത് വെക്കണം. അല്ലാതെ ജസ്റ്റ് എഡിറ്റ് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് സ്കിപ്പാക്കി പ്രൊഫൈൽ ലോഗ് ഔട്ട് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് അവർ പുറത്താവുന്നതായിരിക്കും. അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് യൂണിവേഴ്സിറ്റി ഒരിക്കൽ കൂടി ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതായത് പ്രസ്തുത അപേക്ഷകൾ, അതായത് വിദ്യാർത്ഥികൾ എഡിറ്റ് ഓപ്ഷൻസുമായി നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസ്തുത അപേക്ഷകർ മുഴുവൻ പ്രോസസ്സും പൂർത്തീകരിച്ചതിന് ശേഷം വീണ്ടും ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് അത് ഫൈനൽ സബ്മിഷൻ ചെയ്തതിന് ശേഷം പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ അതിൻ്റെ PDF നിർബന്ധമായിട്ട് നിങ്ങൾ എടുത്ത് സൂക്ഷിക്കണം. അല്ലാതെ നിങ്ങൾ ഒരിക്കലും എഡിറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് നിങ്ങൾ സ്കിപ്പായിട്ട് നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്യരുത്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 1/7/2024 ഈ ഒരു സമയം കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. ഇനി ആവശ്യമാണെങ്കിൽ മാത്രം ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ എഡിറ്റ് ചെയ്താൽ മതി. കാരണം ഇപ്പോഴത്തെ ട്രയൽ അലോട്ട്മെൻറ്റിൽ എവിടെയും അഡ്മിഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ സബ്ജക്റ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജ് ഇതിന് ഏറ്റവും മുകളിൽ കൊടുത്തതെങ്കിൽ അതിൽ നിങ്ങൾ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കൂടാതെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൂടി യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ആവശ്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇപ്പോൾ കൊടുത്ത കോളേജിൽ നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ട് കൂടുതൽ ചാൻസുള്ള കോളേജ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 5ാമത്തെ കോളേജിന് ഏറ്റവും കൂടുതൽ ചാൻസ് എങ്കിൽ ആ കോളേജ് നിങ്ങൾ ഏറ്റവും മുകളിലായിട്ട് ഒന്നാമതായിട്ട് കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ആവശ്യമില്ലാത്ത ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുക എന്നാണ് പ്രധാനപ്പെട്ട ഈ ഒരു സമയത്തെ ലക്ഷ്യം. അതുകൊണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ എഡിറ്റ് ഓപ്ഷൻസ് വഴി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. കൂടാതെ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങളുടെ ഡിഗ്രിയുടെ മാർക്ക് നൽകിയത് കൃത്യമാണോ എന്ന് ഈ സമയത്ത് കൂടി നിങ്ങൾ നോക്കുക. കാരണം ഏതെങ്കിലും കാരണവശാൽ വിദ്യാർത്ഥികൾ ഡിഗ്രിയുടെ മാർക്ക് കൊടുത്തത് കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്തിട്ടെങ്കിൽ നിങ്ങളത് അഡ്മിഷനെ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഒന്നുകൂടെ നിങ്ങളുടെ മാർക്ക് കൊടുത്തതൊക്കെ കൃത്യമാണോ നിങ്ങൾ ഉറപ്പുവരുത്തുക. കൂടാതെ NSS, NCC തുടങ്ങിയ വെയിറ്റേജ് സർട്ടിഫിക്കറ്റ് ഡിഗ്രിയുടെ തന്നെയാണോ നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം ചില വിദ്യാർത്ഥികൾ NSS, NCC ഒക്കെ +2 ലെവലിലെ സർട്ടിഫിക്കറ്റ് കൊടുത്തവരുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് എഡിറ്റ് ഓപ്ഷൻസ് പോയി നിങ്ങൾ ഈ പറയുന്ന NSS, NCC ഓപ്ഷൻ അത് നിങ്ങൾ ക്യാൻസൽ ചെയ്യണം.
കാരണം ഡിഗ്രി ലെവലിലുള്ള സർട്ടിഫിക്കറ്റ് NSS NCS പ്രത്യേകം നമ്മൾ അഡ്മിഷൻ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഡിഗ്രി ലെവലിലുള്ള സർട്ടിഫിക്കറ്റ് തന്നെ നിർബന്ധമാണ്. ഇത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, EW സമ്പന്ന വിവരങ്ങൾ തുടങ്ങി നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അത് കൃത്യമാണോ എന്ന് തന്നെ ഉറപ്പുവരുത്തണം. EWS കാറ്റഗറിയിൽ ഇല്ലാത്തവരാണെങ്കിൽ ഒരിക്കലും EWS കാറ്റഗറി നിങ്ങൾ യെസ് കൊടുക്കരുത്. കാരണം പിന്നീട് അഡ്മിഷൻ ലഭിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ തന്നെ അത് ക്യാൻസൽ ആവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ EWS കാറ്റഗറി, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി, അതായത് SC/ST വിഭാഗത്തിൽപ്പെടുന്നവർ, അതേപോലെ ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഇവരൊക്കെ കൃത്യമായിട്ടുള്ള സംവരണം തന്നെയാണ് കൊടുത്തത് നിങ്ങൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ BEഡിൻ്റെ പ്രധാനപ്പെട്ട മുഖ്യ അലോട്ട്മെൻറ്റ്, അത് ഒന്നാമത്തെ അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ BEഡ് സോഷ്യൽ എഡ്യൂക്കേഷൻ റാങ്ക് ലിസ്റ്റും 6/7/2024 പ്രസിദ്ധീകരിക്കുക. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BEഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജൂലൈ 6-ാം തീയതി വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം കൃത്യമായിട്ടുള്ളൊരു മാറ്റങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് 6/7/2024 വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BEഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ചാനൽ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ഉറപ്പെടുത്തുകയാണ്. കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും, കാലിക്കറ്റ് ഉൾപ്പെടെ MG, കേരള, കണ്ണൂർ ഉൾപ്പെടെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും BEഡ് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലെ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് രച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.